ഗൈസ്, ഇന്ന് നമ്മുടെ കോളേജിൽ ഫെയർവെലാണ്. അപ്പോൾ നമ്മൾ 3 വർഷത്തെ എല്ലാ ഓർമ്മകളും പുതുക്കുന്ന ഒരു ദിവസം. അതായത് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ രോമാഞ്ചമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കോളേജിൽ പോയിട്ട് എന്തൊക്കെ ആവുമെന്ന് അറിഞ്ഞൂടാ, എന്തായാലും നോക്കാം. അപ്പം എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വ്ളോഗ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ 10:30-ക്കാണ് പരിപാടി. ഫുൾ എക്സൈറ്റഡ് ആണ്, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഈ കോളേജിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഒന്നും നേരെ കിടന്ന് ഉറങ്ങിയില്ല. ഇന്ന് റെക്കോർഡ് തപ്പിയിട്ടും കൂടെയാണ്, ഒപ്പിടുന്ന പരിപാടി ഇന്നും കൂടെയാണ്. അപ്പോൾ റെക്കോർഡും വരച്ച് 10-15 ഫ്രെയിമും ചെയ്ത് എല്ലാം ഫുള്ള് തിരക്കായിരുന്നു. ഇന്നും രാവിലെയും ഇന്നലെ നൈറ്റ് ഫുള്ള്. അപ്പോൾ നേരെ കിടന്ന് ഉറങ്ങിയൊന്നുമില്ല, കണ്ണൊക്കെ ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ കോളേജിൽ പോയിട്ട് എന്തൊക്കെ ആവുമെന്ന് അറിഞ്ഞൂടാ, എന്തായാലും നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതിൻ്റെ അകത്താണ് പരിപാടി, ലാബിൻ്റെ അകത്ത്. മറ്റേ റെക്കോർഡ് എഴുതാതെ വന്നിരിക്കുകയാണ് ഗൈസ്. ഓ, എൻ്റെ കംപ്ലീറ്റ് ആണ് ബ്രോ. ക്ലാസ് ലീഡർ പോലും ഇവിടെ കംപ്ലീറ്റ് എന്തുവാടേ, ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓ, ഇൻഡക്ഷൻ്റെ പരിപാടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലാസ് റൂം, അപ്പുറത്തെ ക്ലാസ് റൂം അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ബെഞ്ചും വാരിയെല്ലാം വെളിയിട്ടിരിക്കണം. മറ്റേ ബോക്സൊക്കെ കൊണ്ടുവയ്ക്കുന്ന സാധനം. ഫെയർവെല്ലിന് ഇടാൻ്റെ വീഡിയോ ഇവിടെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റർ അങ്ങനെ നമ്മളിത് അവരെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നു. ലാസ്റ്റ് ഫ്രെയിമാണ് ഗെയ്സ്. ഇതൊക്കെ ഇവരൊക്കെ കാണാനായിട്ട് പോണ്. ഓ, ഇതൊക്കെ കണ്ടു. പിന്നീട് ഇവരെ ആരെയും കിട്ടൂല. അതെ അതെ, ഗൈസ്, ഫെയർവെല്ലിന്റെ ഒരുക്കങ്ങളാണ്. ഒരേപോലത്തെ അത് 3 പേര്, അവര് വേറെ. എല്ലാ തലയൊക്കെ കാണാം. ക്യാമറ ഓണാക്കാൻ മറന്നു. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഒരു ഡാൻസ് ഉണ്ട്. അതിന്റെ പ്രാക്ടീസ് അവിടെ നടന്നിരിക്കാൻ. എന്തായാലും നോക്കാം ഗൈസ്. ഷാദിന്റെ ആദ്യത്തെ അവസാനത്തെ പെർഫോമൻസ് ആണ്. പ്രപ്പോസൽ എന്നൊക്കെയാണ് ഈ വേട്ടാവളിയെ പറയുന്നത്. അതെ, കോളേജിൽ വന്നിട്ട് ആദ്യത്തെ ഡാൻസ് ആണ്. റീൽ എടുത്തിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ പോയി ഡാൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ബാക്കിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ പെണ്ണില്ല ഗൈസ്, അതാണ് പേരായിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ പരിപാടി തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തുടങ്ങി. വെളുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ തുടങ്ങും. ഈ അകത്ത് പോയിട്ട് നമുക്ക് കരയേണ്ടതുണ്ട്. എന്തായാലും എല്ലാവരും കരയുന്നതാണ് പ്രതീക്ഷ. അകത്ത് കയറുമ്പോ കരയും എന്നാണ് പ്രതീക്ഷ. പ്രതീക്ഷയില്ല, കരയും. അഭിരാമിയൊക്കെ കരഞ്ഞ് ഗ്രൂപ്പ് എന്തായിരുന്നു ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കഴിച്ചത്. ഞാൻ ഇന്നലെ പോയി കരയില്ല. അതിന് നിനക്ക് ഫീലിങ്സ് ഇല്ല. എനിക്ക് അത്യാവശ്യം ഫീലിങ്സ് ഉണ്ട്. ഭയങ്കര എനിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മളെ ഈ ബ്ലോഗൊക്കെ നമ്മള് ഉള്ള കുറവായിരിക്കും. ഇല്ല, ഇവരൊക്കെ പറഞ്ഞു വിടാ. Bye, Dishal Vlogs. Signing off. 2023-2026. Dishal Lifestyle Vlogger. Dishal Vlogs. വന്ന വഴി പോകും. ഇവരൊന്നും വീഡിയോ കാണൂല. അവർക്ക് അറിഞ്ഞൂടാ. വേണ്ട, അല്ല തന്നെ, അത് വേറെ ചാനലാണ്. Dishal Lifestyle Vlogger. അല്ല, ആരും വീഡിയോ കാണൂല. ഇതാണ് ജിഷാലാണെന്ന് അറിഞ്ഞാൽ പോരെ, അത് നമുക്കറിയാം. നമുക്ക് ടോക്സ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്നാണ്. ഒരു ടോക്സ് അല്ലേ, ആ ടോക്സിലൊക്കെ എന്തിരിക്കുന്നു. ഭാഗത്തേറാൻ പോവുകയാണ്. വൺ ലാസ്റ്റ് ടൈം നമ്മൾ കരയാൻ പോകുന്നു. ഐക്കോണിക് പാട്ടാണല്ലോ ബ്രോ. അടച്ചിട് ബ്രോ, അടച്ചിട്. കുറച്ച് വെള്ളം എടുക്കട്ടെ.
മാറിയിരുന്ന് കര കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഗൈസ്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഫ്രെയിം എല്ലാം ഉണ്ട് ഗൈസ്. ഫ്രെയിം കൊടുക്കാൻ പോവാണ്. ഇവിടെ സദ്യക്ക് നിൽക്കണ പോലെയാണ് എല്ലാവരും ഇവിടെ കൂടി നിൽക്കണം. കണ്ടില്ലേ കറണ്ട് പോയോ എന്നൊരു ഡൗട്ട് ഗൈസ്. എന്നാ മൂഞ്ചി ആ വന്നു നമ്മൾ ഓരോ ഒരിതേ ഏത് കൊള്ളാൻ കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ കത്തിയിരിക്കണേ. വേറെ ലൈക്കുണ്ട്. ഇതിപ്പം കോപ്പിറൈറ്റ്. ബ്രോ ഗൈസ് ജൂനിയേഴ്സ് തന്നതാണ് ഒരു കാർഡ്. താങ്ക് യു ഗൈസ്. മാറിയിരുന്ന് കരയാം ബ്രോ, മാറിയിരുന്ന് കരയാം. മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴിയില. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേ കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതെന്തായാലും ഞാൻ പറയാം കേട്ടോ. ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എങ്ങനെയുണ്ട് ഗൈസ്? ശ്രേയസ് കണ്ണീരോടാ കണ്ണീരൊന്നുമില്ല, കരഞ്ഞിരിക്കുന്നു. എന്നെ പോലെ സ്ട്രോങ് ആയിരിക്കും. അയ്യോ ഇത് എവിടെ കയറി പറഞ്ഞേ? പോടാ ക്യൂബാലി ബിരിയാണി ചിക്കൻ. അങ്ങനെ ബിരിയാണി എടുത്ത് കറണ്ട് പോയി ഗൈസ്, അതുകൊണ്ട് വെട്ടം കിട്ടില്ല. എല്ലാവരും ബിരിയാണി അടിക്കാൻ വേണ്ടി തിരക്കിലാണ് ഗൈസ്. എല്ലാവരും ഇതവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. പറ്റൂല വാതോറ 5 വാതോറ. ഓക്കെ, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ജെർണി? എങ്ങനെയുണ്ട്? കിട്ടി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബ്രോ? നല്ല ബിരിയാണി.
അതിന്റെ കേസ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കും ഗസ്റ്റ് സെലിബ്രേറ്റ് അല്ലേ ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അതായത് ഇവിടുത്തെ ഓരോ മെമ്പർ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കൊള്ളായിരുന്നു. അതിനൊക്കെ എങ്ങനെ തോന്നി? അടിപൊളിയായിരുന്നു. എന്ത് തോന്നി? ചെറുതായിട്ട് അല്ലെങ്കിൽ കൊള്ളായിരുന്നു കേസ്. കൊള്ളായിരുന്നില്ലേ? ഇവ ഇരുന്ന് മാട്ടുമണി കരച്ചിലായിരുന്നു കേസ്. എൻ്റെ ചുമ്മാ പറയണ കേസ്. ഇവര് കള്ളം പറയണ, ഞാൻ കരഞ്ഞു കണ്ടു പറയുമ്പോ കേസ്. അല്ല ഇനിയുണ്ടെന്ന് അത് എഴുതിട്ട് എടുക്കാം. അവർ അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കേസ്. ഒരു രക്ഷയില്ല. കണ്ടില്ല ഒരുപാട് ഫോട്ടോ. ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഫോട്ടോ ആരെന്ന് പോയി കണ്ടുപിടി അളിയാ. കണ്ടുപിടി ഏറ്റവും കൂടുതൽ ഫോട്ടോ ഉള്ളത് അളിയ. ഒരു ടാസ്ക് ചെയ്തതാണ്. ഇപ്പോൾ കുറേ പോളറൈസ് ഇവിടെ ഉണ്ടല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ഉള്ളത് ആരെയാണ് കണ്ടുപിടിക്കും? അല്ല ഞാൻ എൻ്റെ മൊബൈലിലാണ് ഇതെല്ലാം എടുത്തത്. ആദ്യം ഞാൻ അയച്ചു കൊടുത്തില്ല ബ്രോ. ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രം, ഗ്രൂപ്പ് ഫോട്ടോസ് മാത്രം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇതിൽ വന്നില്ല. മറ്റേ വർക്കല പോയത് അതൊക്കെ അത് തന്നെ. ഇതൊക്കെ കേസ് സെക്കൻഡ് പീസാണ് കോസ്റ്റ് ചെയ്തതെങ്കിലും അക്ഷയാണ് ഇവിടുത്തെ പ്രൊജക്ടർ സെറ്റ് ചെയ്യണത്. ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിഞ്ഞാൽ പോയിട്ടുണ്ട്. ഈ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻസിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലാണ് നിൽക്കുന്നത്. ഇന്നായിരുന്നു നമ്മുടെ ഫെയർവെൽ ദിവസം. അപ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരെ, ഉച്ചയ്ക്ക് മുമ്പ് ശേഷം കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും കരച്ചിൽ വിളിച്ച് പോവും, ഒരു രക്ഷയില്ല. എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു വ്ളോഗ് എടുക്കാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. അതുമാത്രമല്ല എന്തൊക്കെ വലിയ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് പോയെങ്കിലും എനിക്ക് അതിൽ നല്ല രീതിയിൽ തന്നെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ എനിക്കതൊന്നും അവിടെ വെച്ച് വിളിച്ചപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റിയില്ല. ശേഷം ഫുള്ള് എന്തോ ഒരു സാഡ് ഒരു ഇതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഇപ്പം ഞാൻ ഒരു 5:30 ആയിട്ടുണ്ട്. ഞാൻ കോളേജിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഞാൻ വ്ളോഗ് മെയിനായിട്ട് എടുക്കാനായിട്ടാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. കുറച്ച് ക്ലിപ്പുകൾ മാത്രമൊക്കെ എടുത്ത് പിന്നെ കൂടുതൽ ടൈമും ഫെയർവെല്ലിൻ്റെ ഒരു ഇതിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 3 കൊല്ലം നല്ല മൊമെൻറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച്. അതായത് ഈ ഒരു 3 കൊല്ലം തന്നെ ഏകദേശം ഒരു 250ഓളം വ്ളോഗ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വർഷങ്ങളൊക്കെ ഇരുന്ന് കാണുമ്പോൾ വേറൊരു ഫീലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ജൂനിയേഴ്സ് പിള്ളേരോടുള്ള അടുത്ത് എനിക്കൊന്നും നേരിട്ട് സംസാരിക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ ജൂനിയേഴ്സ് പിള്ളേർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെയർവെല്. അപ്പോൾ എന്തായാലും വ്ളോഗ് അവർ എന്തായാലും കാണും. അപ്പം നന്ദി. എന്നുവെച്ചാൽ അവിടെ ചെയ്തിരുന്ന ആംബിയൻസ് ആയിരുന്നാലും ഒരു രക്ഷയില്ല. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഒരു കാർഡൊക്കെ തന്നിട്ടായിരുന്നു ഇൻവൈറ്റ് ചെയ്തത്. അത് എൻ്റെ ബാഗിലോട്ടെങ്കിലും കാണും. അപ്പം ഒരു രക്ഷയില്ല. പിന്നെ പോളറൈസൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് അവിടെ കൂടുതലുണ്ടായിരുന്നത് എൻ്റെ ഫോട്ടോ എന്നെന്ന് തോന്നുന്നത്. അതായത് കൂടുതൽ ഫോട്ടോസ് ഞാനാണ് എടുത്തത്. അപ്പം കൂടുതൽ പോളറൈസിൻ്റെ ഫേസിൽ വന്നത് എൻ്റെ ഫേസ് തന്നെയാണ്. അപ്പം അതൊന്നും ഞാൻ എടുത്തില്ല. എല്ലാം എനിക്ക് കിട്ടിയത് എനിക്ക് ജൂനിയേഴ്സ് പിള്ളേർ കൊണ്ടുവന്നു. അതെല്ലാം ഞാൻ അതിൽ വേറെ ഫോട്ടോയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്തായാലും കൊടുത്തു. അപ്പോൾ അവർക്കും എടുക്കട്ടെ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കൊടുത്ത് എന്തായാലും നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അതായത് കരച്ചിൽ അതൊന്നും പറയാൻ പറ്റൂല. അതെന്ന് വെച്ചാൽ അതിന് വീഡിയോ എടുക്കാൻ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ഈ ഇന്നത്തെ ഒരു ദിവസം. അതുമാത്രമല്ല വേറെ പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ജൂനിയേഴ്സ് പിള്ളേർ തന്നെയാണ് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. അവർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് 2-3 ദിവസം ഇവിടെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് അതിന് മുമ്പ് അവർ പ്ലാനിങ്ങും എല്ലാം കൂടെ ആയിട്ട് ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും കൂടെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മൾ സെക്കൻഡ് ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ തേർഡ് ഇയേഴ്സിന് കൊടുത്തായിരുന്നു. പക്ഷേ ഫെയർവെൽ അവസാനം നടന്നില്ല. എന്തായാലും ഈ വർഷം അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റണില്ല. അപ്പം ഇനി നമ്മുടെ മുമ്പിൽ എക്സാം, പ്രോജക്റ്റ്, വൈവ, റെക്കോർഡ് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു നേരെ കാണും. അപ്പോൾ രാവിലെ റെക്കോർഡ് സൈൻ ചെയ്ത് ഇനി അതിൽ സൈൻ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോയി. എന്തായാലും ആ ലാബിൻ്റെ അകത്തായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാബിൻ്റെ അകത്ത് കയറിയപ്പം കിട്ടിയൊരു ഫീല് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. അതായത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ വീഡിയോ അങ്ങനെ ഒന്നും എടുത്തില്ല. നമ്മൾ
എങ്ങനെ പറയണം അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ ജൂനിയേഴ്സ് വല്ല ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അടുത്ത വർഷം എന്തായാലും കിട്ടും. ഒരുപാട് സന്തോഷം. നീ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനായിട്ടില്ല. ഒരു 3 കൊല്ലം അടിപൊളിയായിട്ട് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. മാക്സിമം എന്ന് വെച്ചാൽ വീക്ക് ഞാൻ കോളേജ് ലൈഫ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും കൂടുതൽ നല്ല രീതിയിൽ തന്നെ കമ്പനി ആവാനായിട്ട് പറ്റി. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, അല്ലാതെ പുറത്തായിരുന്നാലും എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര്. അതുമാത്രമല്ല വീഡിയോസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ജൂനിയർ കുട്ടി എൻ്റെ വീഡിയോ കാണുന്ന ഒരു കുട്ടി ചേട്ടാ അടുത്ത വ്ളോഗിൽ എന്നെ കാണിക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇന്ന് വരാം, അതായത് ഫെയർവെൽ ദിവസം എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, എന്തായാലും വരാമെന്ന് പറഞ്ഞു. സമയമായപ്പോൾ ഞാൻ പോയില്ല. ഫെയർവെല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് വീണ്ടും വന്നു, ചേട്ടാ ഇന്ന് വന്നില്ലല്ലോ. ഞാൻ പിന്നീട് ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ട്. പക്ഷേ ആ കുട്ടി പിന്നീട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഒരു സെൽഫി ഫോട്ടോ എടുത്തിട്ടാണ് അവൾ പോയത്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു വേറൊരു ഫീലാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത്, അതായത് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്നത് അതൊരു കണ്ടന്റ് ക്രിയേറ്ററിനനുസരിച്ച് സംബന്ധിച്ച് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അതുമാത്രം ഇനി പുറത്ത് പോകുമ്പം കിട്ടുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ ഫെയർവെൽ ദിവസമാണ് എനിക്ക് കൂടുതലും ഇത് വന്നത്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ജൂനിയേഴ്സ് പിള്ളേരോട് പ്രത്യേകം നന്ദി.